അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ലിജോ പാപ്പച്ചനെ ക്രൂശിക്കുക, പീറ്റർ കോയിക്കരെയും ജെറിനാളിത്തനെയും പള്ളി രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കളെയും വെള്ളപൂശുക. ലിജോ പാപ്പച്ചനെ ക്രൂശിക്കുക, പീറ്റർ കോയിക്കരെയും ജെറിനാളിയത്തിനെയും പള്ളി രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കളെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. ഇത്രയും സ്നേഹം നിറഞ്ഞ ഇടവാംഗങ്ങളെ, ലിജോ പാപ്പച്ചൻ എന്ന എനിക്കെതിരെ ഈ ഇടവകയിലെ ഒരു തട്ടിപ്പ് അന്വേഷണ കമ്മീഷൻ രാഷ്ട്രീയ കളികൾ നടത്തുകയുണ്ടായി. അതിൻ്റെ പേപ്പർ കഷ്ണങ്ങളാണ് ഞാൻ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി, അതേപോലെ ഔദ്യോഗിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങളാണ്. അത് ഞാൻ വായിക്കാം, ഈ പേപ്പർ കഷ്ണങ്ങൾ ഞാൻ വായിക്കാം. അതിനു മുമ്പ് വളരെ ചുരുക്കി ഞാനൊരു ആമുഖം പറയുകയാണ്. ഞാനിങ്ങനൊരു വീഡിയോ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിച്ച ഒരാളാണ്. 2024 ഫെബ്രുവരി 7 ഞാൻ CLC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് എനിക്ക് ഈ ഇടവകയിലുണ്ടായ വളരെ മോശം അനുഭവങ്ങൾ, യഥാർത്ഥ സംഭവങ്ങളൊക്കെ വീഡിയോയിലൂടെ അവതരിപ്പിച്ചതായിരുന്നു. നിങ്ങൾ പലരും അത് കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വീഡിയോസ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ അന്വേഷണ കമ്മീഷൻ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ. 2024 ഫെബ്രുവരി 7 രാജിച്ചതിന് ശേഷം CLC പാരിഷ് കൗൺസിൽ അംഗം കൂടിയായിരുന്നു ഞാൻ. കൗൺസിലിൽ പിന്നെ പോയിട്ടില്ല. ജനുവരിയിൽ ഞാൻ പോയിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ കൗൺസിലിൻ്റെ കാലാവധിയും കഴിഞ്ഞിരുന്നു. എനിക്കെതിരെ ഈ പാരിഷ് കൗൺസിൽ അന്വേഷണ കമ്മീഷൻ, തട്ടിപ്പ് അന്വേഷണ കമ്മീഷൻ നിലവിൽ വന്നത് ഫെബ്രുവരി 25-നാണ്. ഫാദർ ജെറിനാളിയത്തും പള്ളിയിലെ രാഷ്ട്രീയ കോക്കസും കൂടി സ്വന്തം തെറ്റുകൾ വെള്ളപൂശാനായിട്ട് എന്തൊക്കെയോ കൂടാതെ നടത്തുന്നു എന്നൊക്കെ പലരും പറഞ്ഞ് അറിഞ്ഞിരുന്നു. ഇനിയും പ്രശ്നങ്ങൾക്കൊന്നും താല്പര്യമില്ലാതിരുന്ന ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്തായാലും 2024 മാർച്ച് 8 എൻ്റെ ഇടവക്കാരൻ കൂടിയായിരുന്ന എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ്, എൻ്റെ അങ്കിള് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ മാർച്ച് 14 ഈ ബേബി അങ്കിളിൻ്റെ 7 അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ കുഴിയൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഏകദേശം ഒരു 9:45 ആയ സമയത്ത്. അപ്പം എന്നോട് പള്ളിമേടയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് വന്ന് വാങ്ങണം, അച്ഛന് എറണാകുളത്ത് 10:30 പോകണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എന്നോട് വന്നുകൊണ്ടെങ്കിൽ ഞാൻ അതിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു. ഈ എൻ്റെ അങ്കിളിൻ്റെ ആണ്ടിനും, അതായത് ഈ 7-നും 40-നും അച്ഛൻ മനഃപൂർവ്വം വന്നില്ല. കുർബാനയ്ക്കുണ്ടായാലും ഓഫീസിനുണ്ടായിരുന്നില്ല. ആണ്ടിന് വന്നിട്ട് ഞങ്ങൾ നോൺ വെജ് വെച്ച് അതിനൊക്കെ വിമർശിച്ച് വളരെ മോശമായിട്ടൊക്കെ ഫിംതയിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അത് വളരെ മോശമായിപ്പോയി സംഭവങ്ങളൊക്കെ. എന്തായാലും അത് നമുക്ക് ഇവിടെ എന്തായാലും ഇനിയും പ്രശ്നങ്ങളിലേക്ക് താല്പര്യമില്ലാതിരുന്ന ഞാൻ പള്ളിമേടയിലേക്ക് പോയില്ല. ജെറിനാളയത്ത് അച്ഛൻ പറഞ്ഞ സാധനം, അതായത് ഈ പേപ്പർ കഷ്ണങ്ങൾ ഞാൻ വാങ്ങിയില്ല. എന്തായാലും ജെറിനാളയത്തും രാഷ്ട്രീയ കോക്കസ് കൂടി ക്രിയേറ്റ് ചെയ്ത ഈ അന്വേഷണ കമ്മീഷൻ പേപ്പർ കഷ്ണങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനായിരുന്നു ജെറിയച്ഛൻ്റെ ശ്രമം. എന്നെ ഫോണിൽ പിന്നീടുള്ള ദിവസം വിളിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ മാർച്ച് 19 ഊട്ടിരുന്നാളുടെ തലേദിവസം മാർച്ച് 18 വൈകുന്നേരം നോർമൽ കോൾ കൂടാതെയൊക്കെ വാട്സപ്പിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഊട്ടിരുന്നാളിന് കഷ്ണമൊക്കെ അറിയാൻ വന്ന രാഷ്ട്രീയ കോക്കസ് ആളുകളുടെയൊക്കെ തൃപ്തിപ്പെടുത്താനായിരിക്കും എന്നെ വിളിച്ചേക്കണത്. ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്തില്ല. പിന്നെ ഏപ്രിൽ മാസത്തിൽ അന്നത്തെ കൈക്കാരനായിരുന്ന ശ്രീ ജോസഫ് കാച്ചപ്പള്ളി ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നേക്കാണ് രാവിലെ തന്നെ. അപ്പോൾ ഈ സോണി സാറിൻ്റെ മതബോധന കേസിൽ എന്നെ കൊണ്ട് ഒപ്പിടിക്കാൻ വന്നതാണ് എന്നാണ് എൻ്റെ അമ്മയോട് നുണ പറഞ്ഞത്. ആഫിഡവിറ്റിൻ്റെ ഇടയിലാണ് ഈ സാധനം വെച്ചിരുന്നത്. എന്നിട്ട് അപ്പം അമ്മച്ചി പറഞ്ഞു, അവനിനി ഒന്നിനുമില്ല, പള്ളികളിൽ ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിന് അവന് നല്ലോണം കിട്ടി. അപ്പോൾ ഇതൊന്നും അറിയാതെ തന്നെ അമ്മച്ചി ജോസഫ് കാച്ചിപ്പള്ളി ചേട്ടനോട് നല്ലോണം വിഷമത്തോടെയും ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ടോയ്ലറ്റിലായിരുന്നു. അപ്പോൾ വേഗം ഓടി വന്ന് ഞാൻ ഓടിച്ചെന്ന് ആ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞു, വീട്ടിലിരിക്കാൻ പറഞ്ഞു. ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. മാറ്റി നിർത്തി വളരെ സ്നേഹത്തോടെ ഞാൻ സംസാരിച്ചു. അപ്പം മതബോധന കേസ് അഫിഡവിറ്റിൻ്റെ ഇടയിൽ ഈ 2 പേപ്പർ കഷ്ണങ്ങൾ കള്ളത്തരം കാണിച്ച് ജോസഫ് കാച്ചിപ്പള്ളി ചേട്ടൻ വെച്ചേക്കിരുന്ന്. ഞാൻ എന്നിട്ടും വളരെ മര്യാദയോടെ പറഞ്ഞു, ചേട്ടാ മതബോധന കേസിൽ ഞാൻ മുമ്പേ ഈ പാരിഷ് കൗൺസിലുള്ളപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കേസ്, ഈ സംഭവത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനത് വായിക്കുന്നില്ല, മേടിക്കുന്നില്ല, ഞാനിത് ഈ കാര്യം വിട്ടേക്ക്, എനിക്കിനി ഒന്നിനും താല്പര്യമില്ല, ഞാനിത് വായിച്ചാൽ സ്വാഭാവികമായിട്ട് എനിക്ക് വിഷമം വരും, ദേഷ്യമൊക്കെ വരും. അപ്പോൾ ഞാനപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ അത് ചേട്ടനും ഫാമിലിക്കും ഈ ഇടവകയിലെ പലർക്കും ബുദ്ധിമുട്ടാവും, നമ്മുടെ ആൾക്കാർ ഇനിയും കാണേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മര്യാദയോടെ ആ ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ടാണ്. അത് 2024 ജൂൺ 13 വൈകുന്നേരം 7 മണിയോടെ ജർമാനമ്പട തിരുനാളിൻ്റെ തലേൻ്റെ ദിവസം ഈ പള്ളിമുറ്റത്ത് ഞാൻ നിൽക്കുമ്പോൾ ഈ ജോസഫ് കാച്ചിപ്പള്ളി എന്ന കൈക്കാരനും അതേപോലെ കുരു വിള മാഞ്ഞുരം ചേട്ടൻ എന്ന് പറഞ്ഞ കൈക്കാരനൊക്കെ പള്ളിമുറ്റത്ത് ഇവിടെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പള്ളിമടയിലെത്തി. അപ്പം തന്നെ
ജെറിയച്ചൻ ഓടി എൻ്റെ അടുത്തേക്ക് പള്ളിമുറ്റത്തേക്ക് ഓടി വന്നു. എന്നിട്ട് എന്നെ നിർബന്ധപൂർവ്വം പള്ളിമടയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ കാരുണ്യപ്പൂക്കളുടെ ഗ്രോട്ടോയുടെ മുമ്പിലൂടെ എന്നെ യാതൊരു കരുണയുമില്ലാത്ത പ്രവൃത്തി എന്നോട് കാണിച്ചു. ഭയങ്കര കാരുണ്യപ്പൂക്കളുടെ പരസ്യമൊക്കെയാണല്ലോ പള്ളി. അപ്പം അങ്ങനെ നിർബന്ധപൂർവ്വം തന്നതാണ് ഈ പേപ്പർ കഷ്ണങ്ങൾ എന്ന് പറയുന്നതൊക്കെ. എന്തായാലും ഞാൻ പള്ളിമടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വളരെ വിഷമത്തോടെ ഇറങ്ങുമ്പോൾ, ഈ ജോസഫ് കാച്ചിപ്പള്ളിയും കുരു വിള മാഞ്ഞുരാൻ ചേട്ടനും കൂടി വളരെ എന്നെ പരിഹസിച്ചൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് പുറത്തേക്ക് ഇറങ്ങി, ബൈക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങി, വൈകുന്നേരം സമയമുള്ള ഞാൻ വായിച്ചു. എന്നിട്ട് നമ്മുടെ തോന്നിയാവ് വഴിക്കുളങ്ങര നമ്മുടെ ഹൈവേയുടെ പണിയൊക്കെ കിടക്കുന്ന അതിലൂടെയൊക്കെ വണ്ടി റോഡിലൂടെ കുറേ നേരം വണ്ടിയൊക്കെ ഓടിച്ച് 1 മണിക്കൂറോളം ഞാൻ ഇറങ്ങി നടന്നിട്ട് എടുത്ത തീരുമാനമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. എന്നിട്ടും വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു പാതി മനസ്സായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ജൂൺ 30 കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇടവകയുടെ വൈസ് ചെയർമാനും ഉപനായകനൊക്കെ ആയിരുന്ന ഡേവിസ് പടായിട്ട് ചേട്ടൻ മരണപ്പെടുന്നത്. ഓഗസ്റ്റ് 10 ആ ചേട്ടൻ്റെ 41 കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ള ആഴ്ചയിൽ ഓഗസ്റ്റിൽ ഞാൻ പ്രിയപ്പെട്ട ചെറിയച്ഛൻ അങ്ങോട്ട് ഫോണിൽ, ചെറിഞ്ഞാളത്തച്ഛന് അങ്ങോട്ട് ഞാൻ ഫോണിൽ വിളിച്ചു. അച്ഛൻ ഈ അന്വേഷണ കമ്മീഷനൊക്കെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ്, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചില്ല. ഇടവക്കാരെന്നുള്ളൊരു മര്യാദ കാണിച്ചില്ല, അത് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു മാന്യത കാണിച്ചില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിക്കാനായിട്ട് എനിക്ക് തോന്നി, ഞാൻ വിളിച്ചു. പള്ളിമേടയിൽ പോയിട്ട് ഉച്ചയ്ക്ക് 11:50 മുതൽ വൈകുന്നേരം 4:20 വരെ ഏകദേശം 4.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ചെറിഞ്ഞാളിയത്തെന്ന പള്ളി രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കളുടെ അടിമയും അതേപോലെ ഈഗോയും അഹങ്കാരവും നിറഞ്ഞ വികാരിയോടും തീർത്തും ടോക്സിക്കായ വ്യക്തിയോടും സംസാരിച്ചിട്ട് കാര്യമില്ല എന്നെനിക്ക് ബോധ്യമായി. ഇനി ഞാൻ അച്ഛനെ പേഴ്സണലായിട്ട് കാണാൻ വരില്ല, ഇത്രയും നേരം സംസാരിച്ചത് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പള്ളിമലയിൽ നിന്ന് വളരെ വിഷമത്തോടെ ഇറങ്ങി പോകുന്നത്. സംസാരിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ചെറിയച്ഛനോട് സംസാരിക്കുന്നത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്, പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം എനിക്ക് വന്നിരുന്നു. എന്നാലും 4.5 മണിക്കൂർ വരെ ഞാൻ ശ്രമിച്ചു. കാരണം ശ്രമിച്ചില്ല എന്ന് എനിക്ക് എന്നോട് തന്നെ തോന്നരുതല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ശ്രമിച്ചു. വ്യക്തിപരമായിട്ടൊരു ചർച്ചയ്ക്ക് പറ്റിയ ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല സംസാരിച്ചിട്ട്. ഞാൻ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. 2024 ഓഗസ്റ്റ് കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ 2025 അപ്പോൾ എനിക്ക് പിന്നീട് പള്ളിയിൽ നിന്ന് വളരെ മോശം അനുഭവങ്ങൾ പിന്നീടൊക്കെ ഉണ്ടായൊക്കെ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യണം, വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകണം. എന്തായാലും ഞാൻ ഈ അന്വേഷണ കമ്മീഷൻ ഇത് വായിക്കാം. ശ്രീ ലിജോ പാപ്പച്ചൻ, ബലിയാട് TV 123 എന്ന ആർക്ക് വേണമെങ്കിലും കാണാവുന്ന യൂട്യൂബ് ചാനലിലൂടെ പാർട്ട് 1 CL സിരാജി, പാർട്ട് 2 CL സിരാജി, പാർട്ട് 3 CL സിരാജി എന്നീ പേരുകളിലായി ഈ ഇടവകയിലെ പാരിഷ് കൗൺസിലറായ താങ്കൾ, ഈ ഇടവകയിലെ അംഗങ്ങളായ ആളുകൾക്കും ഈ ഇടവകയിലെ അംഗങ്ങളല്ലാത്തവർക്കും കാണാൻ സാധിക്കും വിധം 3 വീഡിയോകൾ യഥാക്രമം ഫെബ്രുവരി 3, 2024, ഫെബ്രുവരി 3, 2024, ഫെബ്രുവരി 7, 2024 എന്നീ തീയതികളിൽ പബ്ലിഷ് ചെയ്തത് പല ഇടവകക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അതിൽ പാരിഷ് കൗൺസിൽ നടന്ന ചർച്ചകളെപ്പറ്റി താങ്കൾ പരസ്യമായി പറയുന്നതും അത് പറയുന്നതിൻ്റെയും രീതിയും ശരിയല്ലെന്ന് ഇടവക അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം 25/2/2024 നടന്ന പാരിഷ് കൗൺസിലിൽ ഞാൻ അറിയിക്കുകയും താങ്കൾ വീഡിയോയിലൂടെ പാരിഷ് കൗൺസിലിൽ നടന്ന ചർച്ചകളെപ്പറ്റി പബ്ലിക്കായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ താങ്കൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് വീഡിയോകൾ കണ്ട് റിപ്പോർട്ട് നൽകാൻ 3 അംഗ കമ്മിറ്റിയെ പ്രസ്തുത യോഗത്തിൽ പാരിഷ് കൗൺസിൽ ചുമതലപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അന്വേഷണ കമ്മീഷൻ എന്ന ഓമന പേരിലൊക്കെയാണ് ഇത് പള്ളിയിൽ പ്രചരിച്ചത്. 10/3/2024 കൂടിയ പാരിഷ് കൗൺസിലിൽ മേൽപ്പറഞ്ഞ 3 അംഗ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാരിഷ് കൗൺസിലർ എന്ന ഔദ്യോഗിക സ്ഥാനം വഴി അറിയാനിടയായ 1-ൽ കൂടുതൽ ഔദ്യോഗിക രഹസ്യങ്ങൾ മേൽപ്പറഞ്ഞ വീഡിയോകളിലൂടെ താങ്കൾ ഇടവകക്കാർക്കും ഇടവകയ്ക്ക് പുറത്തുള്ളവർക്കും കാണാൻ സാധിക്കും വിധം പരസ്യമാക്കിയിട്ടുണ്ടെന്ന് കമ്മിറ്റി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 24-ാമത്തെ മിനിറ്റ് മുതൽ 24-ാമത്തെ 36-ാമത്തെ മിനിറ്റ് വരെ 56-ാമത്തെ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പാർട്ട് 2-ലും പാർട്ട് 3-ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനോട് ഫോട്ടോ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് മിനിറ്റുകൾ. അപ്പോൾ മേൽപ്പറഞ്ഞ ഭാഗങ്ങളിൽ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഉത്തരവാദിത്തത്തോടെയും ഓരോ അംഗവും പാരിഷ് കൗൺസിലർ എന്ന നിലയിൽ എടുത്തിട്ടുള്ള സത്യപ്രതിജ്ഞയിൽ വിശ്വാസമർപ്പിച്ചും വിവിധ പാരിഷ് കൗൺസിൽ യോഗങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അവരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ താങ്കൾ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പാരിഷ് കൗൺസിലർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ താങ്കൾ നടത്തിയ സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് എന്ന് 10/3/2024 കൂടിയ പാരിഷ് കൗൺസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുരുതരമായ ഉത്തരവാദിത്ത ലംഘനത്തിന് താങ്കൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 2024 മാർച്ച് 23 വൈകിട്ട് 6:45 മുൻപായി അത് രേഖാമൂലം എന്നെ ബോധിപ്പിക്കണമെന്ന് ഇതിനെ അറിയിക്കുന്നു. വിശ്വസ്തപൂർവ്വം ഫാദർ ജെറി നാളിയത്ത്, വികാരി എന്നതായിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ പേപ്പർ കഷ്ണത്തിന്റെ കണ്ടന്റ്. എന്തായാലും ഈ പ്രിയപ്പെട്ട ജെറി നാളിയത്തച്ഛനും ജർമ്മൻസർ പള്ളിയിലെ രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കളും കൂടി ലിജോ പാപ്പച്ചൻ എന്ന എന്നെ വിധിക്കുകയാണ് ഈ അന്വേഷണ കമ്മീഷൻ പേപ്പർ കഷ്ണങ്ങളിലൂടെ. എന്തായാലും എനിക്ക് നിങ്ങളോട് ഒരു ബൈബിൾ വചനമാണ് പറയാനുള്ളത്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. സ്വന്തം കണ്ണുകളിൽ വലിയ തടിക്കഷ്ണങ്ങൾ ഇരിക്കെ
ലിജോ പാപ്പച്ച, ഞങ്ങൾ നിന്റെ കണ്ണിലെ കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്ന കോമഡിയാണ് ഈ അന്വേഷണ കമ്മീഷൻ പേപ്പർ കഷ്ണങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും 2006 ഡിസംബർ 26-ാം തീയതിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജെറിഞ്ഞാളിത്തച്ഛൻ്റെ തിരുപ്പട്ട സ്വീകരണം. അപ്പോൾ മാർ തോമസ് ചക്കിയത്ത് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്തിലായിരുന്നു അത് നടന്നത്. അപ്പോൾ അന്ന് ജോസ് പാപ്പ എന്ന അപ്പച്ചൻ്റെയും മേരി എന്ന അമ്മച്ചിയുടെയും അതേപോലെ ബന്ധുമിത്രാദികളുടെയും സമൂഹത്തിൻ്റെയൊക്കെ മുമ്പിൽ ചെറിയച്ഛനെടുത്ത അന്ന് തിരുപ്പട്ട സ്വീകരണത്തിലെടുത്ത ഈ സത്യപ്രതിജ്ഞയിലേക്ക് നമുക്ക് കടക്കാം. അഭിമന്യ പിതാവേ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ജെറി പോൾ ഞാളിയത്തിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം മെത്രാപ്പൊലീത്ത നമ്മുടെ കർത്താവായ ഈശോമിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പുരോഹിതാർത്ഥി അഥവാ ജെറിഞ്ഞാളിയത്ത് കാർമ്മികന്റെ മുമ്പിൽ മുട്ടുകുത്തി വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. അപ്പം എന്തായാലും നമുക്ക് വിശ്വാസ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാം. ജെറിയച്ച എന്ന് ചൊല്ലിയത്: അയോഗ്യനായ ഞാൻ ജെറി പോൾ ഞാളിയത്ത് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ തോമസ് ചക്കിയത്ത് മെത്രാപ്പൊലീത്തയുടെ മുമ്പായി കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യദൈവവും പിതാവിനു കൂടി ഏക സത്യമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടെ നിന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇനി പ്രധാന കണ്ടന്റ്: സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ വർക്കി വിധേയത്തിൽ മെത്രാപ്പൊലീത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വത്തോടും കൂടി വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ വർക്കി വിധേയത്തിൽ മെത്രാപ്പൊലീത്തയെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. ഇതാണ് പ്രിയപ്പെട്ട ജെറിയച്ഛൻ്റെ സത്യപ്രതിജ്ഞ. എന്തായാലും പ്രിയപ്പെട്ട ജെറിഞ്ഞാളിത്തച്ഛൻ പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സഭയുടെ കാശുകൊണ്ട് റോമിലെ ഡോക്ടറേറ്റ് പഠനത്തിനൊക്കെ പോയിട്ട് അവിടെ ഓൺലൈനായിട്ട് അതേപോലെ സൂമിലും വാട്സാപ്പിലൊക്കെ കുർബാന സമരത്തിന് ചെറിയച്ഛൻ വിദേശത്തും കേരളത്തിലും വിദേശത്തും ഇരുന്നുള്ള സജീവമായിരുന്നു. അവിടെ ഇരുന്നെങ്കിലും കുർബാന സമരങ്ങൾ അലമ്പ് സമരങ്ങളിലൊക്കെ വത്തിക്കാനിൽ കുർബാന അലമ്പ് സമരത്തിന്റെ പേപ്പർ വർക്കുകൾ നടത്തി കുനിഷ്ടും കുത്തിത്തിരിപ്പും നടത്തുന്ന മെയിനാണി ജെറിഞ്ഞാളിത്തച്ഛനായിരുന്നു. ഗംഭീര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനം. അന്നൊക്കെ മുന്നിലേക്ക് വരാതെ പിന്നണിയിൽ മാസ്റ്റർ മൈൻഡ് രാഷ്ട്രീയ കളികളിലായിരുന്നു പ്രിയപ്പെട്ട ജെറിഞ്ഞാളിത്തച്ഛൻ. നാട്ടിൽ വന്നിട്ടും കുർബാന സമര അണിയറ കളികളിൽ പ്രിയപ്പെട്ട ജെറിയച്ഛൻ സജീവമാകുന്നു. 2023 മെയ് 15 ഞങ്ങളുടെ സെന്റ് ജെർമൈൻസ് കച്ചേരിപ്പടി പള്ളിയിൽ വികാരിയായിട്ട് ചാർജ് എടുക്കുന്നത്. പാരിഷ് കൗൺസിൽ അംഗങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുർബാന സമരത്തിനുള്ള വിവിധ പേപ്പറുകളിൽ ഒപ്പ് ശേഖരണമൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അത് ഗുരുതര സത്യപ്രതിജ്ഞ ലംഘനമാണ്. കാരണം പാരിഷ് കൗൺസിലിൽ മെമ്പറായിരുന്ന ഞാൻ ഇത്തരം ഒപ്പുശേഖരണങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഒപ്പിടാറുമില്ല. കാരണം ഞാൻ ഈ 2 ഗ്രൂപ്പിൻ്റെയും കുർബാന സമരങ്ങളിൽ അന്നൊന്നും പങ്കാളിയല്ല. കാരണം സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ കുർബാനയുടെ പേരിൽ പരസ്യ തർക്കങ്ങളിൽ സമരങ്ങളിൽ ഏർപ്പെടുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ എറണാകുളത്തും വിവിധ സ്ഥലങ്ങളിലും തെരുവോരങ്ങളിലും ജെറിഞ്ഞാളിത്തച്ഛൻ കുർബാന അലമ്പ് സമരങ്ങൾ തുടർന്നു. പറവൂരിൽ നിന്നും ഒരു ഓപ്പൺ ജീപ്പിൽ
മറ്റു മതസ്ഥർ കാണുകെ പരസ്യമായിട്ട് ചുമന്ന തൊപ്പിയൊക്കെ വെച്ചിട്ട് ജയ് വിളിച്ച് അധികാരികളെ വെല്ലുവിളിച്ചൊക്കെ പോകുന്ന ചെറിയച്ഛന് എൻ്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ്. അതൊക്കെ യൂട്യൂബിൽ വന്നാണ്. മികച്ച പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. എന്തായാലും പ്രിയപ്പെട്ട ചെറിഞ്ഞാളിത്തച്ഛൻ ജെറമൈൻസ് ഇടവക പള്ളിയുടെ പണം മുടക്കി വണ്ടികൾ വിളിച്ച് കുർബാന സമരങ്ങളിൽ പരസ്യമായി പങ്കെടുപ്പിച്ചു. അത് വലിയമാന പുരോഹിത ഗുരുതര സത്യപ്രതിജ്ഞാ ലംഘനമാണ്. എന്തായാലും 2023 ഓഗസ്റ്റ് 19 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധി അഥവാ പേപ്പർ ഡെലിഗേറ്റായ സിറിൽ വാസിൽ പിതാവിനെ കുപ്പികൾ എറിഞ്ഞതിൽ ചെറിഞ്ഞാളിത്തച്ഛൻ നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിന്റെ കോലോ കത്തിച്ചു വന്ന് അപ്പൊ ഈ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വരികയെന്ന സിറിൽ വാസിൽ പിതാവിനെ അവഹേളിച്ചു, കുപ്പിയൊക്കെ എറിഞ്ഞിട്ട്. മാർപ്പാപ്പയെ അവഹേളിച്ചു, മെത്രാനെ അവഹേളിച്ചു, പരിശുദ്ധ കുർബാനെ അവഹേളിച്ചു. ചെറിഞ്ഞാളിത്തച്ഛന്റെ ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. ഇനി അതിന്റെ പിറ്റേ ദിവസം 2021 ഓഗസ്റ്റ് 20 കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഫാദർ കുര്യാക്കോസ് മുണ്ടാളനച്ഛനും അതേപോലെ ഫാദർ സെബാസ്റ്റ്യൻ തളിയനച്ഛനും കൂടി എന്നിവരെ സിറിൽ വാസിൽ പിതാവിന്റെ മുൻപിൽ യൂട്യൂബ് വീഡിയോ ലൈവില് കുത്തിരിപ്പ് സമര പ്രഹസനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അപ്പൊ അവരുടെ ആ പ്രഹസന സമരം അവസാനിപ്പിച്ച് തോമസ് മൗണ്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് കാർപോർച്ചില് ഒപ്പന പാട്ടൊക്കെ പാടി കാർപോർച്ചില് ഫാദർ ചെറിഞ്ഞാളയത്ത് യൂട്യൂബ് ചാനലിന് മുമ്പിൽ കൈകൊട്ടി പാടി ഡാൻസ് കളിച്ചു. അത് യൂട്യൂബിൽ വന്നാണ്. മികച്ച പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. ഇനി 2023 ഡിസംബർ 7 നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ചെറിഞ്ഞാളിത്തച്ഛൻ ആ വീഡിയോയെ നിരപാധികം തള്ളി പറഞ്ഞു. അത് മാർപ്പാപ്പയല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നും മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാം എന്നും വിശ്വാസികളോട് പരസ്യമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് മാർപ്പാപ്പയുടെ സ്നേഹപൂർണമായ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞു. ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. കുർബാന സമരങ്ങൾ ജെറിഞ്ഞാളയത്ത് ഉൾപ്പെടെയുള്ള വൈദികർ യൂട്യൂബിൽ ചെയ്യുന്നതിൽ ഞാൻ പ്രചോദനം ഉൾക്കൊണ്ടു. ജെറമൈൻസ് കച്ചേരിപ്പടി ഇടവകയിൽ മുൻ വികാരിയായിരുന്ന പീറ്റർ കോയിക്കരെയും പള്ളിയിലെ രാഷ്ട്രീയ കോക്കസ് നേതാക്കളും കാരണം പാരിഷ് കൗൺസിൽ മെമ്പറും CLC പ്രസിഡന്റുമായിരുന്ന എനിക്ക് ഒരുപാട് മോശാനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഇടവകയിൽ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയും മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചു. അതേപോലെ കായികമായിട്ട് ഉപദ്രവിക്കാൻ പോലും വലിയ ഭീഷണികളൊക്കെ ഞാൻ നേരിട്ടു. സത്യത്തെ മുറുകെ പിടിച്ച് നുണക്കഥ പ്രചരണങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഞാൻ സൈലൻ്റായി അന്നൊക്കെ ഇരുന്നു. അപ്പം എൻ്റെ മോശം അനുഭവങ്ങൾ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് എനിക്ക് പള്ളിയിൽ അവസരമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഈ ചെറിഞ്ഞാളിത്തച്ഛൻ ഉൾപ്പെടെയുള്ള കുർബാന സമര നേതാക്കൾ എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള ഐഡിയ എനിക്ക് പറഞ്ഞു തരേണ്ടത്. അങ്ങനെയാണ് എനിക്ക് ഐഡിയ കിട്ടുന്നത്. 2024 ഫെബ്രുവരി 7 CLC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഞാൻ ഇടവക ഗ്രൂപ്പുകളിൽ മാത്രം ഷെയർ ചെയ്തു. എൻ്റെ ദുരനുഭവങ്ങളും മോശാനുഭവങ്ങളും യഥാർത്ഥ സത്യങ്ങളും ഇടവക്കാരെ അറിയിച്ചു. അതാണ് വലിയ തെറ്റൊക്കെ ആയിട്ട് ചെറിയച്ഛനും കൂട്ടർ എനിക്കെതിരെ ഈ അന്വേഷണ കമ്മീഷൻ പ്രഹസനമൊക്കെ. എന്തായാലും ചെറിഞ്ഞാളത്ത് ഉൾപ്പെടെയുള്ള വൈദികർക്ക് അവരുടെ അധികാരികളെ ചോദ്യം ചെയ്യാമെങ്കിൽ വെറും സാധാരണക്കാരനായ കച്ചേരിപ്പടി ഇടവകാംഗമായ എനിക്ക് എൻ്റെ സത്യങ്ങൾ തുറന്നു പറയാൻ പാടില്ലേ? അത് ഇത്ര വലിയ തെറ്റാണോ? അപ്പോൾ അതിനാണ് ഈ സാധാരണക്കാരനായ ഈ അൽമായനായ എനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ ആക്രമണം. എന്തായാലും എൻ്റെ സത്യത്തിൻ്റെ നിലപാടുകളിൽ ഞാനെപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇനി മാർപ്പാപ്പയെ, മെത്രാന്മാരെ, സഭാധികാരികളെ അനുസരിക്കാതെ വിധേയപ്പെടാതെ സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ കുർബാനയുടെ പേരിൽ തെരുവോരങ്ങളിലും യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും കുർബാന അലമ്പ സമരങ്ങൾ ചെറിഞ്ഞാളിത്തച്ഛൻ തുടർന്നു. പിന്നീട് ഡീക്കന്മാരുടെ പട്ടം കാര്യത്തിൽ പരസ്യ പ്രതിഷേധ സമരങ്ങളിൽ രാഷ്ട്രീയ കളികളിലൊക്കെ പ്രിയപ്പെട്ട ചെറിഞ്ഞാളിത്തച്ഛൻ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പാൻറ്റും ഷർട്ടും ധരിച്ചും ലോഹയിട്ടും നടത്തിയ ആ അലമ്പ് സമരങ്ങൾ യൂട്യൂബിൽ വിവിധ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പരസ്യമായി വന്നാണ് നമ്മൾ കണ്ടാണ്. ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. ഇനി ചെറിഞ്ഞാളിത്തച്ഛൻ റോമിൽ കുർബാന അലമ്പ സമര കുത്തിത്തിരിപ്പിനെ കണ്ടിട്ട് പോയതാണ്. ഡോക്ടറേറ്റ് പഠനത്തിന്റെ പരീക്ഷ എഴുതാനാ, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയതാ എന്ന പേരിലൊക്കെ പോയി. തോറ്റ വിഷയത്തിൽ സപ്ലൈ ചെയ്താൻ പോയാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ എന്തായാലും കുർബാനയുടേതായിട്ട് പോയതാണെന്ന് തോന്നുന്നത്. എന്തായാലും അറിയില്ല, ആ ഒരു പല പേരിലേക്കാണ് പോയത്. അപ്പോൾ ഈ റോമിലിരുന്ന് ഒക്ടോബർ 13, 2024 ഈ കുർബാന അലമ്പ് സമരത്തിന് ഇടവകയിൽ നിന്നും ഇടവക്കാരെ എറണാകുളത്ത് വണ്ടി വിളിച്ച് എത്തിക്കുകയാണ് സെറ്റ് ചെയ്തിട്ട്. അത് ഇടവകയുടെ പൊതുപ്പണം കൊണ്ട്. അപ്പോൾ മറ്റു മതസ്ഥർ കാണുകയും ലോക മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബിഷപ്പ് ബോസ്കോ പിതാവിൻ്റെയും അതേപോലെ കൂരിയ അച്ഛന്മാരുടെയൊക്കെ ഫ്ലെക്സിൽ മുഖത്തൊക്കെ ഓരോരുത്തരെ ചെരുപ്പൂരി അടിക്കുകയും കാലിട്ടിരിക്കുന്ന ചെരുപ്പൂരി അടിക്കുകയും എന്താണ്ടൊക്കെ അനാവശ്യങ്ങളൊക്കെ എഴുതി ഭയങ്കര അറമാദിക്കൊക്കെ ചെയ്യുന്നു, അറമാദിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു പൈശാചികമായ മുഖമായിരുന്നു അവരെല്ലാവരുടെയും. അത് അനാവശ്യ തെറികളൊക്കെ അതൊന്നും ഒട്ടും സ്വീകാര്യമായ കാര്യങ്ങളായിരുന്നില്ല. അതൊക്കെ കോലം കത്തിച്ചു വന്നിട്ട് അതിൻ്റെയൊക്കെ. അപ്പോൾ ആ പാപപ്രവർത്തികളിലൊക്കെ അല്ലെങ്കിൽ ഒട്ടും മാന്യതയില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടവക്കാരെ എത്തിച്ചു.
പങ്കെടുപ്പിച്ചു. ഇനി ഇടവക്കാരത് ചെയ്തോന്ന് അറിയില്ല, വീഡിയോയിൽ വരാതെന്ന് അറിയില്ല. എന്തായാലും ആ ആഹ്വാനം നൽകിയ ചെറിയഞ്ഞാളിത്തച്ഛന് ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയത്. എന്തായാലും 2024 ഒക്ടോബർ 29 സെന്റ് ജെർമൈൻസ് കച്ചേരിപ്പടി പള്ളിയിൽ കൊന്ത നമസ്കാരത്തിന്റെ 8ാം ദിനമായിരുന്നു. അന്നേ ദിനം വൈകിട്ട് 5:30 കുർബാന തുടർന്ന് കൊന്ത. വികാരി ചെറിയാളിത്തച്ഛൻ ഇടവകയിൽ പബ്ലിഷ് ചെയ്ത അന്നത്തെ പ്രാർത്ഥന നിയോഗം എന്നത് തിരുസഭ അതിരൂപത എന്ന കോമഡി ആയിരുന്നു. തിരുസഭ അതിരൂപതയായിരുന്നു. എന്തായാലും അന്ന് ചെറിഞ്ഞാളിത്തച്ഛൻ കുർബാനയ്ക്കും കൊന്തയ്ക്കും പങ്കെടുത്തില്ല. പല കൊന്ത ദിവസങ്ങളിലും കുർബാനയ്ക്കൊന്നും പുള്ളി വന്നിരുന്നില്ല. പുള്ളി ഇങ്ങനെ കുർബാന സമരമൊക്കെ ആയിട്ട് കാറെടുത്ത് കറങ്ങലും കറക്കവും തല്ലെടുത്തവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും തിരുസഭ അതിരൂപത എന്ന പ്രാർത്ഥനാ നിയോഗത്തിന്റെ കാവ്യഭാവനയിൽ പുരോഹിത ഗുണ്ടയെ അരമനയിൽ മറ്റു പുരോഹിത ഗുണ്ടകൾക്കൊപ്പം ഉണ്ടായ പരിപാടിയിലായിരുന്നു ഈ ചെറിയച്ഛൻ അരമനയിൽ അതിക്രമിച്ച് കയറി നിയമപാലനത്തിന് ക്രമസമാധാന പാലനത്തിനും വന്ന പോലീസ് എന്നൊരു ചെറിയാളിത്തച്ഛനൊക്കെ ഉൾപ്പെടെ തട്ടിക്കേറി ബോസ്കോ പുത്തൂർ മെത്രാന്റെ മുറിയിൽ കയറിയിട്ട് ഗുണ്ടകളെ പോലെ ഗരാവ് ചെയ്ത് ഭീഷണിപ്പെടുത്തി തട്ടിക്കേറി ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനം. കൂടാതെ ഈ വക ഗുണ്ടായസ പരിപാടികൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആർക്കും കാണാവുന്ന വിധത്തിൽ പ്രചരിപ്പിച്ചു. വീണ്ടും ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനം. 2024 നവംബർ 29 പ്രിയപ്പെട്ട ചെറിഞ്ഞാളിത്തച്ഛൻ എറണാകുളം അങ്കമാലി അരമന ഗേറ്റിന് മുൻപിൽ സഭയിലെ ഡയറികൾ കുന്നൂട്ടി വലിച്ചെറിയുകയുണ്ടായി. മറ്റു പുരോഹിതർക്കൊപ്പം യൂട്യൂബ് വീഡിയോയിൽ അഭിനയിക്കുന്നു, പ്രഹസനമൊക്കെ നടത്തുകയുണ്ടായി. എന്തായാലും സഭാവിരുദ്ധ യൂട്യൂബ് ചാനലായ വിരുദ്ധ ചാനലുകളുടെ മൈക്കിലൊക്കെ ചെറിഞ്ഞാളിത്തച്ഛൻ ഡയറി പ്രസംഗമൊക്കെ നടത്തുകയുണ്ടായി. അതിലൂടെ ഡയറി ജെറി എന്ന ഇരട്ടപ്പേരൊക്കെ സ്വയം സ്വീകരിക്കുകയുണ്ടായി. ഇടവകയുടെ ആത്മീയ കാര്യങ്ങൾ ഉൾപ്പെടെ എഴുതുന്ന ഡയറികൾ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ഡയറികളൊക്കെ വലിച്ചെറിഞ്ഞ് മൊത്തത്തിൽ ഗുരുതര സത്യപ്രതിജ്ഞാ ലംഘനം ചെറിയച്ഛൻ നടത്തുകയുണ്ടായി. ഇനി 2024 ഡിസംബർ 25 ക്രിസ്മസ് ദിനം രാവിലെ തന്നെ നാനാജാതി മതസ്ഥർക്ക് മുമ്പിൽ, യൂട്യൂബ് ചാനലുകൾക്ക് മുമ്പിൽ, ലോക മാധ്യമങ്ങൾക്ക് മുമ്പിൽ, സർവോപരി ഉണ്ണീശോയ്ക്ക് മുമ്പിൽ പ്രിയപ്പെട്ട ചെറിഞ്ഞാളിത്തച്ഛനും കൂട്ടരും പകൽ വെളിച്ചത്തിൽ വിളക്കൊക്കെ കത്തിച്ചു പിടിച്ചിട്ട് പ്രഹസന നിൽപ്പ് സമരം നടത്തുകയുണ്ടായി. ക്രിസ്മസ് പാതിര കുർബാനയും രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് പ്രിയപ്പെട്ട ചെറിഞ്ഞാളിത്തച്ഛൻ ഉൾപ്പെടെയുള്ള വൈദികര് ക്രിസ്മസിന്റെ മഹത്തായ വലിയ സന്ദേശം എന്തായാലും ഈ ലോകത്തിന് നൽകി. മികച്ച പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. എന്തായാലും 2022 ക്രിസ്മസിന് എറണാകുളം ബസിലിക്ക ആൾത്താരയിൽ പരിശുദ്ധ ബലിമേശ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കളിച്ച് ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ, നാനാജാതി മതസ്ഥർക്ക് മുമ്പിൽ ക്രിസ്മസിന്റെ മഹത്തായ വലിയ സന്ദേശം ഇവരെ കൂടി നൽകുകയുണ്ടായി. 2024 ക്രിസ്മസിന് എറണാകുളം അങ്കമാലി അരമനയ്ക്ക് മുമ്പിൽ, ഗേറ്റിന് മുമ്പിൽ പകൽ വെളിച്ചത്തിൽ വിളക്ക് കത്തിച്ചു പിടിച്ച് പ്രഹസന നിൽപ്പ് സമരം ഇവർ നടത്തി. എന്തായാലും നാനാജാതി മതസ്ഥർക്ക് മുമ്പിൽ, ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ ക്രിസ്മസിന്റെ മഹത്തായ വലിയ സന്ദേശം നൽകുകയുണ്ടായി. ഇനി 2025 ക്രിസ്മസിന് പുതിയ കലാപരിപാടികളൊക്കെ എന്താണെന്നാവും. എന്തായാലും ഇതിലും മികച്ച മഹത്തായ ക്രിസ്മസ് സന്ദേശം ഇവർക്കൊക്കെ നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവർക്കൊക്കെ. എന്തായാലും പ്രിയപ്പെട്ട അഗസ്റ്റിൻ വട്ടോളി അച്ഛൻ, ഞങ്ങള് വൈദികര് വേണയിൽ ശീർഷാസനത്തിൽ പോലും കുർബാന ചൊല്ലും എന്ന് അന്നേ ദിനം പ്രഖ്യാപിക്കുകയുണ്ടായി പരസ്യമായിട്ട്. പിന്നെ കാനോനിക നിയമങ്ങളൊക്കെ പഴകി അതെടുത്തു മാറ്റി വലിച്ചെറിയണം എന്ന് പറയുന്നത് കേട്ടു. ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങൾ മതി, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് മതി എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ഈ കാനോനിക നിയമങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ വിശ്വാസികൾക്ക്, അൽമായർക്ക്, ഇടവക്കാർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നുമില്ല. ആ സ്പെഷ്യൽ പ്രിവിലേജ് ആസ്വദിച്ച് വിലസുന്നത് നിങ്ങൾ വൈദികരും മെത്രാന്മാരും തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ കാനോനിക നിയമങ്ങളെ തള്ളിപ്പറയുന്ന നിങ്ങൾ വൈദികരും അതേ സ്പെഷ്യൽ പ്രിവിലേജ് ദുരുപയോഗം ചെയ്ത് ഇടവക്കാരെ മതിച്ചു ഭരിക്കുന്നു, അഹങ്കാരം കാണിക്കുന്നു, ഏകാധിപത്യം കാണിക്കുന്നു, ഇടവക്കാരെ വട്ടം ചുറ്റിക്കുന്നു. അതിന് തെളിവും ഉദാഹരണവുമല്ലേ വിജോ പാപ്പച്ചൻ എന്ന സെന്റ് ജെർമൈൻസ് കച്ചേരിപ്പടി പള്ളി ഇടവക്കാരനായ എനിക്കെതിരെയുള്ള ഈ ഫാദർ ചെറിഞ്ഞാളിയത്തിന്റെ ഈ പ്രഹസന അന്വേഷണ കമ്മീഷനും അതേപോലെ പാരിഷ് കൗൺസിൽ സത്യപ്രതിജ്ഞാ ലംഘന ഗിമ്മിക്സും ഒക്കെ. ഇനി അടുത്തത് 2025 ജനുവരി 9 പ്രിയപ്പെട്ട ചെറിഞ്ഞാളിത്തച്ഛനും മറ്റ് 20 പുരോഹിത ഗുണ്ടകളും കൂടി എറണാകുളം അങ്കമാലി അരമനയിൽ കുർബാന സംഘത്തെ പോലെ മതിൽ ചാടി കയറുകയുണ്ടായി. അരമനയ്ക്കുള്ള ഹാളില് കുർബാന അലമ്പ് സമരങ്ങൾ തുടർന്നു. പിന്നെ സഭാവിരുദ്ധ ചാനലായ കുർബാന സമരത്തിന് മാത്രം ക്രിയേറ്റ് ചെയ്ത ഏകം യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത് ചെറിയച്ഛനും സംഘവും അതീവ ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയുണ്ടായി. അരമനയുടെ പുറത്ത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച്, അതായത് ഏഷ്യാനെറ്റ്, മനോരമ, 24 റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മറ്റു മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആർക്കും കാണാവുന്ന വിധത്തിൽ അവരെയൊക്കെ വിളിച്ചു വരുത്തി ആ മറ്റു മാസ്റ്റർ ഉൾപ്പെടെ ആർക്കും കാണാവുന്ന വിധത്തിൽ വാർത്താ സമ്മേളനം നടത്തി സഭയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ പബ്ലിഷ് ചെയ്തു. അപ്പൊ ചെറിഞ്ഞാളിത്തും അച്ഛനും മറ്റു ഗുണ്ടകളും അതിന്റെ വീഡിയോസും
ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്ന ആർക്കും കാണാവുന്ന യൂട്യൂബ് സോഷ്യൽ മീഡിയ ചാനലുകളിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. വീണ്ടും ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനം. അപ്പോൾ ഈ ക്രമസമാധാന പാലനത്തിനും സമാധാനത്തിനും വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ജെറിയാളിത്തച്ഛൻ തട്ടിക്കേറി ആധാർ കാർഡ് ബുക്കി കാട്ടുകയുണ്ടായിരുന്നു, മെക്കിട്ടുകയുണ്ടായിരുന്നു. അതും യൂട്യൂബിലൊക്കെ പബ്ലിഷ് ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നാണ്. പിന്നീട് പ്രിയപ്പെട്ട ജെറിയാളിത്തച്ഛനും കൂട്ടരും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ നടത്തേണ്ടായി. ഇങ്ങനെ എന്നിട്ട് അവിടെ റിയാലിറ്റി ഷോ ഇല്ല ബിഗ് ബോസിൽ, അതായത് യൂട്യൂബ് ചാനലിൽ ബിഗ് ബോസ് ശൈലിയിൽ അരമണിക്കുള്ളിൽ നിന്നും സെൽഫി വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ സമയം 3:45 ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നു, ഇപ്പോൾ സമയം 8:30 ഞങ്ങൾ ബണ്ണ് കഴിക്കുന്നു, ഇപ്പോൾ സമയം 9:01 PM മറ്റേ അച്ഛൻ്റെ അമ്മ കൊടുത്തു വിട്ട ഉണ്ണിയപ്പം കഴിക്കുന്നു, ഉപ്പുമാങ്ങ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇട്ട് ആ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് ഫേസ്ബുക്കിൽ അതിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനം. എന്തായാലും 2020 ജനുവരി 10 രാവിലെ പ്രിയപ്പെട്ട ജെറിയാളിത്തച്ഛൻ അരമന വരാന്തയിൽ പുറകിൽ കൈയൊക്കെ കെട്ടി പുരോഹിത ഗുണ്ടയായിട്ട് ഉലാത്തുന്നുണ്ട്. മറ്റ് പുരോഹിതർ അതിൻ്റെ പുറകെ കിടക്കുന്നുണ്ടായിരുന്നു. അതും യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയുണ്ടായി. കുരിയയിലെ സൈമൺ പള്ളിപ്പെട്ട അച്ഛൻ്റെ റൂമിൽ ചെന്ന് ഇവർ കൂട്ടമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി വാതിൽ തട്ടി തുറന്ന് അകത്ത് കയറാനൊക്കെ നോക്കുകയുണ്ടായി. കുർബാനയ്ക്ക് ഓസ്തി വേണം എന്ന് വാശി പിടിച്ച്, വീഞ്ഞ് വേണം എന്നൊക്കെ വാശി പിടിച്ചിട്ട് ഒരു ഓസ്തിയെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞ് ഗുണ്ടായ സംസാരങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കുകയുണ്ടായി. പോലീസ് ഇതൊക്കെ കണ്ട് വന്ന് ഇടപെടുകയുണ്ടായി. എന്തായാലും പിന്നീട് അരമന ചാപ്പലിൽ പുരോഹിത ഗുണ്ടായസ കുർബാന അർപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് വിശുദ്ധ കുർബാനയെ അപമാനിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അത് ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനമാണ്. വിശുദ്ധ കുർബാനയോട് അനാദരവ് കാട്ടുകയും കൂട്ടായ്മ തകർക്കുകയും പോരും കലഹങ്ങളും തുടരുന്നിടത്ത് വിശുദ്ധ കുർബാന ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ഡിസംബർ 7 വീഡിയോയിൽ പറയുന്ന പ്രധാന സന്ദേശം. അപ്പോൾ നീ ബലിയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക എന്നാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നത്. നിങ്ങൾ ജനാഭിമുഖക്കാരനോ അല്ലെങ്കിൽ സിനഡ് കുർബാനക്കാരനോ ആരും ആയിക്കോട്ടെ, ഇതൊരു വലിയൊരു കുർബാന അവഹേളനമായി മാറിയില്ല. കാരണം നിഷ്പക്ഷമായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, കുർബാന ഇങ്ങനെ അവഹേളിക്കലൊക്കെ. പിന്നെ പ്രിയപ്പെട്ട ജെറിയാളിത്തച്ഛൻ ഉൾപ്പെടെയുള്ള 21 പുരോഹിത ഗുണ്ടായിസം കാണിച്ച് ഓസ്തി വെച്ച് കുർബാന അർപ്പിച്ച് യൂട്യൂബിൽ പരസ്യമായിട്ട് മോശം മാതൃകയാണ് നൽകിയത്. കുർബാന സമരങ്ങളിൽ നിഷ്പക്ഷനായി നിൽക്കുന്ന വെറും സാധാരണക്കാരനായ വിശ്വാസിയായ ഞാൻ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ജെറിയാളിത്തച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനമല്ലേ നടത്തിയത്? കാരണം സമൂഹത്തിന് മാതൃക കൊടുക്കേണ്ട അഭിഷിക്തർ ഇങ്ങനത്തെ ലോഹയൊക്കെ ഇട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുള്ളൊരു തോന്നിയാസായിപ്പോയി. കാരണം അക്രമം കൊണ്ട് പണവും അധികാരവും നേടാൻ പറ്റിയിരിക്കും, പക്ഷേ ക്രിസ്തുവിനെ ഒരിക്കലും നമുക്ക് നേടാൻ പറ്റില്ല. കാരണം ഈ അക്രമം നടത്തിയുള്ള സമരം ക്രിസ്തീയതയുമല്ല. കാരണം അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള ഇതൊരു കുതിരക്കച്ചവടം രാഷ്ട്രീയ കളിയൊക്കെയാണ്. അപ്പം അതൊന്നും ഒരു നല്ല സന്ദേശമല്ല എന്തായാലും കൊടുത്തത്. അത് ഗുരുതര സത്യപ്രതിജ്ഞ ലംഘനമായി പോയി. ഇത് കുർബാന സമരം എന്ന് പറഞ്ഞ പേരിൽ അധികാരത്തിനും പണത്തിനു വേണ്ടിയുള്ള ഒരു സമരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ 2 ദിവസങ്ങൾ ക്രമസമാധാന പാലനത്തിനും നിയമപാലനത്തിനും വേണ്ടി പോലീസുകാർ സംസാരിച്ചിട്ടും 21 പുരോഹിത ഗുണ്ടകളായി നടന്നവർ ഗുണ്ടായിസം തുടർന്നു. സ്വയം ഒഴിഞ്ഞു പോകാൻ സമാധാനത്തോടെ പറഞ്ഞിട്ടും അവർ ചെവിക്കൊണ്ടില്ല. 2025 ജനുവരി 11 പിറ്റേ ദിവസം 21 പുരോഹിതരെ ക്ഷമ നശിച്ച പോലീസുകാർ ക്രമസമാധാന പാലനത്തിനായി വന്ന പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയുണ്ടായി. അപ്പം മാന്യമായി പോലീസുകാരോട് സഹകരിച്ച പുരോഹിതരെ മാന്യമായിട്ട് നടത്തിക്കൊണ്ടുപോയി നമ്മൾ CCTV കണ്ടതാണ്. അപ്പോൾ പോലീസുകാരോട് അങ്ങോട്ട് ബലം പ്രയോഗിച്ച വാശി പിടിച്ച പുരോഹിതരെ മറ്റേ പന്നിക്കുട്ടികൾ തൂക്കിക്കൊണ്ടുപോകുന്നതൊക്കെ പോലെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടൊക്കെ വന്നു. ഒരു പോലീസുകാരനും അതിനകത്തൊക്കെ എന്തോ പരിക്കൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു. കാരണം അപ്പോൾ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഇവരെ പിടിച്ചിട്ടുണ്ടോകുന്ന പന്നിക്കുട്ടികളെ പിടിച്ചിട്ടുണ്ടോകുന്നതിൽ കുരിശിൻ്റെ അവിടെ പാട്ടൊക്കെ കയറ്റി എത്തി വിലാപയാത്ര കാൽവരി കുന്നിൻ മുകൾ പരപ്പിൽ നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കൾ ഒന്നായി ഉരിഞ്ഞു നീക്കി എന്നൊക്കെ പറഞ്ഞ് ഇവർ ക്രിസ്തുവിനായിട്ട് ഇവരെ താതാത്മ്യം പ്രാപിച്ച് കുരിശിന്റെ വഴി പാട്ടൊക്കെ കയറ്റി എഡിറ്റ് ചെയ്ത് ഇവരിറക്കിയായിരുന്നു സഹതാപപ്രചരണം നടത്താനായിട്ട്. എന്തായാലും സഹതാപപ്രചരണങ്ങൾ പല വീഡിയോസിലൂടെയൊക്കെ നടന്നു. കന്യാസ്ത്രീകൾ വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു. ഈ പുരോഹിത ഗുണ്ടകളുടെ ഒക്കെ അഭിനയ മുറിവുകൾ വെച്ച് കിട്ടുന്നു. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരണമൊക്കെ നടത്തുകയുണ്ടായി. എന്തായാലും ബസിലിക്ക അരമന പരിസരമൊക്കെ സംഘർഷം രൂക്ഷം. അരമനയുടെ ഗേറ്റ് തകർക്കുകയുണ്ടായി. മറ്റു മതസ്ഥരുടെ കൂടി പബ്ലിക് റോഡായ ബ്ലോക്ക് ചെയ്തിട്ട് ഉള്ള സംഘർഷങ്ങളൊക്കെ ആയിരുന്നു.
അപ്പൊ ഒരു ഹൈന്ദവനായ താങ്കൾ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് ക്രമസമാധാന പാലനത്തിന് വന്ന മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ സമരഭ്രാന്ത് പിടിച്ച ഒരു സമര പോരാളി വാർത്താ മാധ്യമ ക്യാമറകൾക്ക് മുൻപിൽ പരസ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജീവിക്കുന്ന മതേതര സമൂഹത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു അത്. കാരണം ഇവയെല്ലാം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, മനോരമ, 24, റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള വിവിധ വാർത്താ മാധ്യമങ്ങളിൽ ക്രിസ്ത്യാനികളും അതല്ലാത്തവരും കാണുന്ന വിധത്തിൽ ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്തു. അപ്പൊ സഭയുടെ ഔദ്യോഗിക രഹസ്യങ്ങളൊക്കെ അങ്ങനെ ലോകത്തിൽ മൊത്തം പബ്ലിഷായി. അപ്പൊ അത് ഗുരുതര സത്യപ്രതിജ്ഞ ലംഘനമല്ലേ പുരോഹിതന്റെ? അപ്പൊ ഇത്രയ്ക്ക് തരം താഴ്ന്ന വൈദികരെ ലോക മലയാളികൾ അതുവരെ കണ്ടു കാണില്ല. ജ്ഞാനജാതി മതസ്ഥർക്ക് മുൻപിൽ, ലോക മലയാളി ക്രിസ്ത്യാനികൾക്ക് മുൻപിൽ നാണക്കേട് വരുത്തി വെച്ചു 21 പുരോഹിത ഗുണ്ടകൾ. കേരളത്തിലെ മറ്റ് സഭകളിലെ പുരോഹിതർക്കും പെന്തക്കോസ്ത പാസ്റ്റർമാർക്ക് പോലും ഈ 21 പേര് ചീത്തപ്പേരുണ്ടാക്കി. ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ കുർബാന എന്ന് നമ്മൾ അൽമാരെ പഠിപ്പിച്ച ഈ വൈദികർ തന്നെ വിശുദ്ധ കുർബാനയുടെ വില കളഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? എന്തായാലും കൂതാശ വിലക്ക് ഉൾപ്പെടെ സസ്പെൻഷനൊക്കെ ജെറീച്ചിന് ഉൾപ്പെടെ കിട്ടുകയുണ്ടായിരുന്നു. അതും ഈ ഏഷ്യാനെറ്റ്, 24, മനോരമ ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകളിൽ ലൈവായിട്ട് എഴുതി കാണിച്ചതാണ്. എല്ലാം അവർ വിവിധ പേപ്പറുകളിലും ഈ പറയുന്ന ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നതാണ്. എന്തായാലും അത് ആ കൂതാശകളൊക്കെ നമുക്ക് വായിക്കാം, സർക്കുലർ നമുക്ക് വായിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ച് കടന്ന് അവിടം സമരവേദിയാക്കിയ വൈദികർക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ കൊടുത്തു. 11/1/2025. കൊച്ചി 2025 ജനുവരി 9 ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി മുന്നറിയിപ്പില്ലാതെ നൈപുണ്യ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ ക്ലാസ് മുറികളിലൂടെ അതിക്രമിച്ച് അതിരൂപത കേന്ദ്രത്തിലേക്ക് കടക്കുകയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന മന്ദിരത്തെ സമരവേദിയാക്കി മാറ്റുകയും ചെയ്ത 21 വൈദികൾ നേതൃത്വം നൽകിയ 6 പേർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ കൊടുത്തത്. അതിരൂപത ആസ്ഥാനത്തെ സമരവേദിയാക്കാതെ എത്രയും വേഗം പിരിഞ്ഞു പോകണമെന്നും അല്ലാത്ത പക്ഷം നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്നുവരുന്ന മെത്രാന്മാരുടെ സിനഡ് മുന്നറിയിപ്പ് നൽകിയിട്ടും പിരിഞ്ഞു പോകാതെ സമരം തുടർന്നതിലാണ് നടപടി എടുക്കേണ്ടതായി വന്നത്. അന്വേഷണ വിധേയമായി അവരെ വൈദികനെടുത്ത ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും മുടക്കിയിരിക്കുകയാണ്. അതിക്രമിച്ച് കിടക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ, ഫാദർ രാജൻ പുന്നയ്ക്കൽ, ഫാദർ ജെറി ഞാളിയത്ത്, ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ, ഫാദർ പോൾ ചിറ്റിനപ്പള്ളി, ഫാദർ അലക്സ് കരിമടം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റ് 15 വൈദികർക്ക് നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കുന്ന നിർദ്ദേശത്തോടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. സസ്പെൻഷനിലായിരിക്കുന്ന കാലയളവിൽ അവർക്ക് ഇപ്പോൾ ചുമതല വഹിക്കുന്ന ഇടവകകളിലോ സ്ഥാപനങ്ങളിലോ തുടരാൻ കഴിയില്ല. പരസ്യമായി ബലിയർപ്പിക്കുന്നതിനോ കൂതാശകളും കൂതാശാനുകരണങ്ങളും പരികർമ്മം ചെയ്യുന്നതിനോ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. മറ്റു പള്ളികളിൽ തിരുനാളിലോ വിവാഹം മുതലായ ചടങ്ങുകളിലോ സഹകാർമ്മികരോ ആകുന്നതിനും അനുവാദം ഉണ്ടായിരിക്കില്ല. അവർക്ക് താമസിക്കുന്ന നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സ്ഥലത്ത് മാത്രം താമസിക്കേണ്ടതാണ്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്ന ഫാദർ ജോസ് ചോലിക്കര, ഫാദർ വർഗീസ് ചേരപ്പറമ്പിൽ, ഫാദർ ജോയി പ്ലാക്കൽ, ഫാദർ സാജു കോരൻ, ഫാദർ ഷെറിൻ പുത്തമ്പുരയ്ക്കൽ, ഫാദർ സ്റ്റെന്നി കുന്നേക്കാടൻ, ഫാദർ ജെയിംസ് പനവേലി, ഫാദർ അസിൻ തൈപ്പറമ്പിൽ, ഫാദർ ബാബു കളത്തിൽ, ഫാദർ ജിതിൻ കാവാലിപ്പാടൻ, ഫാദർ ടോം മുള്ളഞ്ചിറ, ഫാദർ അലക്സ് മേക്കാന്തുരുത്തി, ഫാദർ ബിനു പാണാട്ട്, ഫാദർ ജോസ് വടക്കൻ, ഫാദർ അഖിൽ മേനാച്ചേരി എന്നിവർ 7 ദിവസത്തിൽ മറുപടി നൽകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവർക്കെതിരെ കാനൂൻ നിയമം അനുശാസിക്കുന്ന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും എന്നും അവരെ പ്രസ്തുത നോട്ടീസിൽ അറിയിച്ചിട്ടുണ്ട്. അതിരൂപത ആസ്ഥാനം കയ്യേറി സമരവേദിയാക്കിയത് അങ്ങേയറ്റം അപലപനീയമാണ്. അതിരൂപത ആസ്ഥാനത്തിന്റെ ചുറ്റുമതിലുകളുടെ കവാടങ്ങളും മന്ദിരത്തിനകത്തെ പാസേജുകളും താഴ്ത്തുപൂട്ടി കൂരിയാംഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും ക്യാമറകൾ വെച്ച് കൂരിയാംഗങ്ങളുടെ മുറിയുടെ വാതിലുകൾ തട്ടിയും ബഹളം വെച്ചും ജോലിക്ക് തടസ്സമുണ്ടാക്കിയും വൈദ്യർക്ക് യോജിക്കാത്ത വിധം സമരക്കാർ പെരുമാറിയതും അപലപനീയമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ജനുവരി 2025 ജനുവരി 12 ഞായറാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ ആദ്യമായിട്ട് കോവിഡിന് ശേഷം ഞങ്ങളുടെ ഇടവക്കാരുടെ ഞായറാഴ്ച കുർബാന ഇല്ലാതാക്കി തിരിഞ്ഞാളെത്തി വെച്ച്. ഞങ്ങളുടെ ഇടവക്കാർ ആരും ഒന്നും ചെയ്തിട്ടില്ല. അച്ഛനാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും കുർബാന ഇല്ലാതാക്കിയത് ഞായറാഴ്ച കുർബാന. എന്തായാലും അന്ന് അരമന പരിസരത്ത് അന്ന് വൈകുന്നേരം സസ്പെൻഷനിലായ പുരോഹിതരെല്ലാവരും കൂടി മറ്റ് സമരക്കാർ ഉൾപ്പെടെ ചേർന്ന് കക്കൂസിന് മുമ്പിൽ, അരമന കക്കൂസിനൊക്കെ മുമ്പിൽ ഒരു വാശി കുർബാനയൊക്കെ അർപ്പിക്കുന്നുണ്ടായി. ഇതൊക്കെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ഏറ്റവും വലിയ മാതൃകയാണ് നിങ്ങൾ എന്തായാലും തന്നത്. എന്തായാലും ഗുരുതര സത്യപ്രതിജ്ഞ ലംഘനം. ഇനി ഈ പോലീസുകാരൻ്റെ ഒക്കെ വാരിയലിലൊക്കെ പരിക്ക് പറ്റി മർദ്ദിച്ചതിനൊക്കെ ഇവർ തിരിച്ച് മർദ്ദിച്ചതിനൊക്കെ ഉള്ള പരാതികളും കേസുകളും ഒക്കെ ഇവരുടെ ഇടയിലുണ്ട്. എന്തായാലും 2025 ജനുവരി 13 പിറ്റേ ദിവസം തിങ്കളാഴ്ച ജെറമൈൻസ് കച്ചേരിപ്പടി പള്ളിമുറ്റത്ത്, ഞങ്ങളുടെ പള്ളിമുറ്റത്ത് ഈ കുർബാന അലമ്പ് സമരങ്ങൾ നടത്തി കുർബാനകൾക്കും അതുപോലെ കൂതാശകൾക്കും കിട്ടി സസ്പെൻഷനിലൊക്കെ ആയ ജെറിഞ്ഞാളയത്ത് അച്ഛനും അതേപോലെ അലക്സ് കരിമട അച്ഛനും കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്ന ടോം മുള്ളഞ്ചർ അച്ഛനും ഒക്കെ ഒരു പ്രഹസന സ്വീകരണം കൊടുക്കുകയുണ്ടായി.
എന്തായാലും പൊന്നാട, ബൊക്ക, മുത്തുകുട, പായസം, പടക്കത്തിന്റെ ഒക്കെ അകമ്പടിയോടെ ഭയങ്കര സ്വീകരണം വരുന്നു. എന്തായാലും അവിടെ വരുന്ന മുദ്രാവാക്യമായിരുന്നു ഏറ്റവും വലിയ ഒരു കോമഡി ആയിട്ടുള്ള മുദ്രാവാക്യം. ചങ്കാണേ ചങ്കാണേ, വികാരിയച്ഛൻ ചങ്കാണേ, ചോര കൊടുത്തും ജീവൻ കൊടുത്തും അച്ഛനെ ഞങ്ങൾ രക്ഷിക്കും. എന്ത് പറയാനാണ്, കാരണം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്തായാലും ഇടവയിലേക്ക് വരാം. ഈ സസ്പെൻഷൻ കിട്ടി ചെറിഞ്ഞാളിത്തച്ഛൻ ഇടവക ഒഴിഞ്ഞു പോയില്ല. കുദാശ വിലക്കൾ ഉണ്ടായിട്ട് പരസ്യമായിട്ട് കുർബാനകൾ അർപ്പിച്ചു. ഇടവകയിലെ ആദ്യ കുർബാന സ്വീകരണങ്ങൾ മുഖ്യ കാർമ്മികനായിട്ട് നടത്തി. ഇടവകയിലെ കുട്ടികളെയും മാതാപിതാക്കളെയും ചതിച്ചു വഞ്ചിച്ചു. കല്യാണ കുറികൾ കൊടുത്തു, വിവാഹ കർമ്മങ്ങൾ നടത്തി. അങ്ങനെ കുദാശ വിലക്കൾ ഉണ്ടായിട്ടും ഇടവക്കാരെ, പാവം വിശ്വാസികളെ നിരന്തരം പറ്റിച്ചു, ചതിച്ചു. എന്തായാലും വിശ്വാസികളെ വിഡ്ഢികളാക്കി സഭയെയും ക്രിസ്തുവിനെയും അപമാനിക്കുകയുണ്ടായിരുന്നു. ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. ഇനി ഇടവകയിൽ അതിരൂപതയിലും ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും പ്രിയപ്പെട്ട ജെറിഞ്ഞാളത്തച്ഛൻ പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സസ്പെൻഷനിലായ ജെറിഞ്ഞാളത്തച്ഛൻ ഇടവക പൊതുയോഗം വിളിക്കുകയുണ്ടായി March 8, 2025 ഞായറാഴ്ച. ആ പൊതുയോഗത്തിന് ശരിക്കും പറഞ്ഞാൽ അംഗീകാരമില്ല. കാരണം 2021 മുതലുള്ള പള്ളി കണക്കുകൾ ഓഡിറ്റിംഗ് നടത്താതെ, പള്ളിത്തിരട്ട് പാസ്സാക്കാതെ ആണത് ചെയ്തത്. അത് കഴിഞ്ഞ് March 15, 2025 അടുത്ത ഞായറാഴ്ചയായിരുന്നു അതിരൂപതയുടെ അംഗീകാരമില്ലാതെ, സഭയുടെ അംഗീകാരമില്ലാതെ ഈ പാരിഷ് കൗൺസിൽ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്. സസ്പെൻഷനിലായ ജെറിഞ്ഞാളിത്തച്ഛൻ, സസ്പെൻഷനിലായ സ്വയം മെത്രാനും മാർപ്പാപ്പയ്ക്കായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്തത്. കച്ചേരി പിടിച്ച പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വതന്ത്ര ഇടവക ആവുന്നത്. സഭയുടെ, മാർപ്പാപ്പയുടെ അംഗീകാരമില്ലാത്ത സ്വതന്ത്ര ഇടവകയായിട്ട് തരം താഴ്ത്തി വലിയമാന പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. ഇത് 2025 ഏപ്രിൽ 5 സ്വതന്ത്ര പാരിഷ് കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾ തമ്മിൽ ഗംഭീര അടിപിടി നടന്നു. പരസ്പരം വാക്കേറ്റം, തെറിവിളി, മോശം ആക്രമണങ്ങൾ നടക്കുകയുണ്ടായി. അപ്പൊ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസിൽ ഈ ജെറിഞ്ഞാളിത്തച്ഛൻ 1-ാം പ്രതിയാണ്. 2-ാം പ്രതി സ്വതന്ത്ര കൗൺസിലിന്റെ കൈക്കാരനായ, ഇടവയുടെ കൈക്കാരനായ ബിനു മണ്ണകത്ത്. 3-ാം പ്രതി മതബോധന മാതൃകാധ്യാപകനും CLCയുടെ പ്രസിഡന്റുമായ സിജോ കൂട്ടാലയാണ്. 4-ാം പ്രതി സത്യപ്രതിജ്ഞ ചെയ്യാത്ത മുൻ കൈക്കാരൻ കുരു വിള മാഞ്ഞരാഞ്ചേട്ടനാണ്. എന്തായാലും അത് 2 ദിവസം കഴിഞ്ഞിട്ട് 2025 ഏപ്രിൽ 7 കുർബാന അലമ്പ് സമരത്തിന് മാത്രം രൂപീകരിക്കപ്പെട്ട ഏകം മീഡിയ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഈ ഇടവക പാരിഷ് കൗൺസിൽ നടന്ന അക്രമങ്ങൾ, ക്രിമിനൽ കേസ് അടിപിടിയുടെ ന്യായീകരണ വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇടവക്കാർക്കും ഇടവയ്ക്ക് പുറത്തുള്ള ആളുകൾക്കും കാണാവുന്ന തരത്തിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇടവകയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ, പാരിഷ് കൗൺസിൽ രഹസ്യങ്ങൾ, പൊതുയോഗ രഹസ്യങ്ങൾ ആർക്കും കാണാവുന്ന വിധത്തിൽ യൂട്യൂബിൽ പരസ്യം ചെയ്യപ്പെട്ടു. ഗുരുതര പുരോഹിത സത്യപ്രതിജ്ഞാ ലംഘനം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് 2025 ഏപ്രിൽ 9 ഈ യൂട്യൂബ് വീഡിയോ കൂടാതെ പാരിഷ് കൗൺസിലിലെ ക്രിമിനൽ കേസ് അടിപിടിയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഒരു എസ്സേ പോലെ ഇടവകയുടെ പൊതു വാട്സപ്പ് ഗ്രൂപ്പിൽ, സെന്റ് ജെർമൻസ് പാരിഷ് ചർച്ച് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്യമായിട്ട് ജെറിഞ്ഞാളിത്തച്ഛനെ ഇടുകയുണ്ടായി. അത് ഗുരുതര സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇനി 2025 മെയ് 21 സസ്പെൻഷനിലായ പ്രിയപ്പെട്ട ജെറിഞ്ഞാളിത്തച്ഛൻ 2-മതും അരമനയിൽ അതിക്രമിച്ച് കയറി സമരം നടത്തുകയുണ്ടായി. അപ്പോൾ സസ്പെൻഷനിലുള്ള മറ്റു വൈദിക ഗുണ്ടകളും കൂടെ അരമനയിൽ സമരം തുടർന്നു. സസ്പെൻഷനിലായ പുരോഹിതന്റെ ഗുരുതര സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് പറയാം. എന്തായാലും മെയ് 21 കോൽവിളിയുടെ അകമ്പടിയോടെ അരമനയുടെ പുറത്തിറങ്ങണൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ സമരം അവസാനിപ്പിച്ച് ജെറിയച്ചനൊക്കെ, എന്തായാലും ജെറിഞ്ഞാളിത്തച്ഛന് എന്താണ് ഇത്തരം സ്വീകരണങ്ങളൊന്നും, അന്നത്തെ പോലെ സ്വീകരണങ്ങളൊന്നും ഇടവകയിൽ കണ്ടില്ല. സെന്റ് ജെർമൻസ് ഇടവക, കച്ചിരിപ്പുഴ ഇടവകയിൽ കണ്ടില്ല. എന്താണെന്നോ ടൈൽ പരവതാനിയൊക്കെ പുതിയതായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇത്തരം സ്വീകരണങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ. എന്നിട്ട് എന്താണെന്നാവോ, മഴയോണ്ടാണോ, പായസം ബസ്സിൽ വെള്ളമാവുന്നോ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും സ്വീകരണം നടത്തിയില്ല. ഇനി അടുത്ത് തന്നെ ഇനി അതിൽ സ്വീകരണം ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല എന്തെങ്കിലും കാര്യത്തിനൊക്കെ. എന്തായാലും ഞാൻ പാരിഷ് കൗൺസിലിലെ ഔദ്യോഗിക രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തി എന്നൊക്കെയാണ് എന്നിലെതിരെ ആരോപണം. അപ്പോൾ ഈ പ്രിയപ്പെട്ട ജെറിഞ്ഞാളിത്തച്ഛൻ ഉൾപ്പെടെ കുർബാന അലമ്പ് സമരങ്ങൾ നടത്തിയത് സഭയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഇപ്പോൾ പുല്ലിനും പുൽച്ചാടിക്കും പട്ടിക്കും പൂച്ചയ്ക്കും ആടിനും പശുവിനും വരെ അറിയാം സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പോൾ പൂച്ച തന്നെ കുർബാന സമരം മ്യാവ് എന്നൊക്കെയാണ് സംസാരിക്കണം പൂച്ചകൾ തമ്മിൽ. അതേപോലെ ആട് സംസാരിക്കണമെങ്കിലും ആൾക്കാരില് വൈദികര് മേശ വിളിച്ച് കളിക്കുന്നേ എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ പശു പുരോഹിതർ തല്ലുപിടിക്കുന്നേ, വൈദികർ തല്ലുപിടിക്കുന്നേ എന്നൊക്കെയാണ് ഈ പശുവൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. അതേപോലെ പട്ടികൾ പറയുന്നത് ബോ വൈദികർ തമ്മിൽ കുർബാന സമരം ബോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ പ്രിയപ്പെട്ട ജെറിഞ്ഞാളിത്തച്ഛൻ, ഈ കുർബാന അലമ്പ് സമരങ്ങളുടെ അനന്തര ഫലമായിട്ട് നിങ്ങൾ വൈദികർക്ക്, സമൂഹത്തിലും അൽമായർക്കിടയിലും ബഹുമാനങ്ങൾ നന്നായിട്ട് കുറയും. കാരണം മറ്റു മാസ്റ്റർക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് കാണാനല്ലേ ഈ വക അലമ്പുകളൊക്കെ ഇത്ര വർഷങ്ങളായി. അപ്പൊ ഇപ്പോൾ കാരണവന്മാരായ വിശ്വാസികൾ തരുന്ന ബഹുമാനം ഇനിയുള്ള തലമുറ നിങ്ങൾക്ക് തരാനൊന്നും പോണില്ല. ഇനി കർമ്മങ്ങൾ ചെയ്യാനുള്ള ആളായിട്ട് മാത്രം കണ്ടാൽ ഭാഗ്യം.
പ്രിയപ്പെട്ട ജെറിഞ്ഞാളിത്തെ അച്ഛൻ ഇടവ കുടുംബത്തിലെ ഒരു ഇടവ കുടുംബത്തിലെ യൂത്തിന് പിള്ളേരെ ഉപദേശിക്കാനായി ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ യൂട്യൂബ് വീഡിയോയിൽ കുർബാന സമരം എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അച്ഛന് ഈ അച്ഛൻ നടത്തിയ കുർബാന സമര കോപ്രായങ്ങളുടെ വീഡിയോ യൂട്യൂബിലെ വീഡിയോനെ കാണിച്ചു തരും. എന്നിട്ട് അവർ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ ആദ്യം പോയി നന്നാവും, എന്നിട്ട് എന്നെ ഉപദേശിക്കാമെന്ന് പറയും. എന്തായാലും ഈ മെത്രാൻസിനോട് അധികാര ഏകാധിപത്യം കാണിക്കുന്നു, അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം കാണിക്കുന്നു എന്നൊക്കെ കുർബാന അലമ്പ് സമരത്തിൽ പ്രിയപ്പെട്ട ചെറിയച്ഛനൊക്കെ ഉൾപ്പെടെയുള്ളവരൊക്കെ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇടവക വികാരി എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം ഏകാധിപത്യം തന്നെയല്ലേ അച്ഛൻ ഇപ്പൊ എന്നോടും പല ഇടവക്കാരോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അതിൻ്റെയൊക്കെ ഒരു തെളിവാണ് ഈ അന്വേഷണ കമ്മീഷൻ, ഈ പേപ്പർ കഷ്ണങ്ങളൊക്കെ. അതേപോലെ ഈ ഇടവക്കാരനായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ഇടവകയുടെ പൊതു ഗ്രൂപ്പിൽ നിന്ന്, സെന്റ് ജെറമൈൻസ് പാരിഷ് ചർച്ച് എന്ന ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയുണ്ടായി. അതായത് ഞങ്ങളുടെ ഇടവകയുടെ പൈസയും കൊണ്ടുള്ള, ഞങ്ങളുടെ ഇടവക്കാരുടെ പൈസയും കൊണ്ടുള്ള മൊബൈൽ അതുകൊണ്ട് റീചാർജ് ചെയ്യുന്ന അതിൽ നിന്ന് ഞങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് അച്ഛൻ എന്താ അധികാരം? കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ സസ്പെൻഷനിലാണ് സമയത്ത്, സസ്പെൻഷനിലായ അച്ഛൻ എന്താ അധികാരം അങ്ങനെ ചെയ്യാനായിട്ട്? ഇത് ഒന്നാമത് ഞാളിയത്ത് കുടുംബത്തിന്റെ കുടുംബസ്വത്തല്ല ഞങ്ങളുടെ ഇടവകയും ഈ ഇടവകയുടെ മൊബൈലും ഈ റീചാർജ് സംഭവങ്ങളൊന്നും. അതേപോലെ അച്ഛൻ്റെ ജോസ് പാപ്പ് എന്ന അപ്പച്ചൻ്റെയും മേരി എന്ന അമ്മച്ചിയുടെയും വകയല്ല ഞങ്ങളുടെ ഇടവക. അതേപോലെ ഈ മൊബൈലും ഈ വാട്സപ്പൊക്കെ ഓർക്കുക. എന്തായാലും ഇത് കഴിഞ്ഞ് പള്ളിയുടെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പള്ളിയുടെ അധികാരി പറയുന്നത് നമ്മുടെ ഇടവക്കാർ അനുസരിക്കണം. അധികാരി പറയുന്ന ലാസ്റ്റ് വാക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വാസികൾ അംഗീകരിച്ചു കൊടുക്കണം. ഓക്കെ, സമ്മതിച്ചു, അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ സസ്പെൻഷനിലായ വികാരി ജെറിഞ്ഞാളിയത്ത് അദ്ദേഹത്തിന്റെ അധികാരികൾ പറയുന്നത് അനുസരിക്കുന്നുണ്ട്. സത്യം നീതി എന്നൊക്കെ പറഞ്ഞ് കുർബാന അലമ്പ് സമരങ്ങൾ നടത്തുന്നു. അധികാരത്തിനും പണത്തിനും വേണ്ടി കുർബാനയുടെ പേരിൽ കടന്ന അലമ്പയാണ്. അപ്പൊ ഇടവക്കാരനായി എനിക്ക് ഞാൻ നേരിട്ട അനീതികൾക്കെതിരെ ഗതികെട്ടപ്പോൾ ചോദ്യം ചെയ്യാൻ പാടില്ലേ? അതായത് ഞാൻ നേരിട്ട വളരെ മോശം അനുഭവങ്ങൾ വീഡിയോ ആയിട്ട് എനിക്ക് തുറന്നു പറയാൻ പാടില്ലേ? അപ്പൊ ഈ കുർബാന അലമ്പ് സമരം നടത്തുന്ന പുരോഹിതർക്ക്, സമരം നടത്തുന്ന വൈദികർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർ പറയുന്നു. അപ്പൊ അങ്ങനെ അവർക്ക് വാദിക്കാമെങ്കിൽ പറയാമെങ്കിൽ എനിക്കും പറയാം. കാരണം ഞാൻ ഒരു ഇടവക്കാരന് പുറമെ ഞാനൊരു ഇന്ത്യനാണ്. ഐ ആം ഓൾസോ ആൻ ഇന്ത്യൻ ആൻഡ് ഐ ഓൾസോ ഹാവ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആസ് ദീസ് റിബൽ പ്രീസ്റ്റ് ക്ലെയിം ആൻഡ് ആർഗ്യൂ എന്ന് എനിക്കും പറയാം. അപ്പൊ പിന്നെ പ്രിയപ്പെട്ട ചെറിയാളത്ത് വെച്ചോ, സഭയുടെ സർക്കുലറുകൾ അച്ഛൻ ഇടവകയിൽ വായിക്കാറില്ല. ചില പള്ളികളിലൊക്കെ സർക്കുലർ കത്തിച്ച് കീറിക്കളയലുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ചെയ്തെന്ന് ഞാൻ പറയാനില്ല. അച്ഛൻ കുറെ 3-4 വർഷമായിട്ട് വായിക്കാറില്ല സർക്കുലറൊന്നും. അപ്പൊ ഈ സർക്കുലർ കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഭയിലെ വിശ്വാസികളിൽ ഒരാളായ ഞാൻ പറയണം, എന്റെ മാന്യത കൊണ്ട് ഇത് സംഭവം കത്തിക്കുന്നുമില്ല, കീറിക്കളയുന്നില്ല. അച്ഛൻ പള്ളി രാഷ്ട്രീയം കളിച്ച്, അതായത് ഈ രാഷ്ട്രീയ കോക്കസിന് അടിമപ്പെട്ട് ചെയ്ത ഈ അന്വേഷണ കമ്മീഷൻ പേപ്പർ കഷ്ണങ്ങൾ ഞാൻ കത്തിക്കുന്നൊന്നുമില്ല, കീറിക്കളയൊന്നുമില്ല. അതെന്റെ മാന്യത. അപ്പൊ എന്റെ കുഞ്ഞിലെ മുതൽ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ഇടവക്കാർക്കുള്ള ഒരു വീഡിയോ ആണത് സത്യം പറഞ്ഞാല്. പിന്നെ ഈ വിശദീകരണം കൊടുത്തില്ല എന്ന് ആരെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ ഈ സഭയുടെ പല കാരണം കാണിക്കൽ നോട്ടീസും വിശദീകരണ ഇതിനൊന്നും നമ്മുടെ പ്രിയപ്പെട്ട ചെറിയച്ഛൻ വിശദീകരണം ഒന്നും കൊടുക്കാറില്ല. പിന്നെ അച്ഛൻ കൊടുക്കുന്നതിന് നമ്മുടെ ആൾക്കാരും വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യവുമില്ല. സത്യം പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ചെയ്യാൻ നമ്മളതിന് താഴെയുള്ള നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? ഇനി അങ്ങനെയൊക്കെ ആവാലോ. എന്തായാലും പ്രിയപ്പെട്ട ചെറിയാളത്തച്ചോ, ലിജോ പാപ്പച്ചൻ എന്ന സാധാരണക്കാരനായ എനിക്കെതിരെയുള്ള ഈ വിഷയം ഒരു നല്ല ഇടയനായ വികാരിയച്ഛൻ സമീപിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു. അതായത് പ്രിയപ്പെട്ട ചെറിയാളത്തച്ചോ, ക്രൂശ രൂപത്തിന് മുന്നിൽ പോയിട്ട് അച്ഛൻ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക, എനിക്കെതിരെ പള്ളി രാഷ്ട്രീയ കോക്കസ് നേതാക്കളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഈ അന്വേഷണ കമ്മീഷൻ കോമാളിത്തരം വേണ്ടിയിരുന്നുവെന്ന്. അതേപോലെ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ചെന്നിട്ട് അച്ഛൻ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക, പള്ളി രാഷ്ട്രീയ കോക്കസ് നേതാക്കളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരുപാട് നിർബന്ധവും വാശിയും പിടിച്ച് ഈ സംഭവം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ടായെന്ന്. പിന്നെ എനിക്ക് പറയാം, പിന്നെ അച്ഛൻ വീണ്ടും എന്നെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു അച്ഛൻ ചിന്തിക്കുക. കാരണം ഇത്തിരി ഓവറായിരുന്നു ഇതൊക്കെ. കാരണം പ്രിയപ്പെട്ട ചെറിയ വെച്ചോ, കാലം എല്ലാം തെളിയിക്കും. കാരണം സത്യം മാത്രമേ അവസാനം വിജയിക്കുള്ളൂ. പിന്നെ പാപം ചെയ്യാത്തവര് എന്നെ കല്ലെറിയുക, സത്യമേവ ചെയ്തേ.